കിടക്കുകയാണ്. പേജ് നമ്പർ 190 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. The perimeter of the base of a square pyramid is 40 cm and the total length of its edges is 92 cm. Calculate surface area. അപ്പോൾ നമുക്കിവിടെ സർഫസ് ഏരിയ കാണണം. സർഫസ് ഏരിയ കാണണമെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം. A² + 2AL. അതിനകത്ത് A വേണം, L വേണം. ഇതൊന്നും തന്നിട്ടില്ല. തന്നിട്ടുള്ളത് പെരിമീറ്റർ തന്നിട്ടുണ്ട്, ടോട്ടൽ എഡ്ജസിൻ്റെ ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇനി പെരിമീറ്റർ ആരുടെ പെരിമീറ്റർ ആണ്? സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണുന്ന ഫോർമുല എന്നാണ്? 4A. എങ്ങനെയാണ് 4A കിട്ടിയത്? ഇതല്ലേ നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു വശം നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? A ആയിട്ട് എടുക്കുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവ്, അതായത് ചുറ്റും എത്ര A ആണ്? 4A. അങ്ങനെയാണ് 4A എന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നേരിട്ട് ഫോർമുലയ്ക്കകത്തോട്ട്, അതായത് പെരിമീറ്ററിന്റെ ഫോർമുലയ്ക്കകത്തോട്ട് വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരു വശത്തിന്റെ അളവ് കിട്ടും. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതായത് 4A പെരിമീറ്റർ ആണ്. 4A = എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 40 സെന്റിമീറ്റർ. ഇനി ഇതിനകത്ത് A കണ്ടുപിടിക്കണമെങ്കിൽ 4 ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? A ആയിട്ട് ഇൻറ്റു ചെയ്യുമായിരുന്നു. 4A എന്ന് പറഞ്ഞാൽ 4 × A ആണ്. A എന്നാണ് അർത്ഥം. അത് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ അവരുടെ പൊസിഷൻ മാറുമ്പോൾ അവരുടെ സൈൻ മാറിപ്പോകും. അതായത് ഇവിടെ ഇൻറ്റു ആയിരുന്നു, ഇവിടെ വരുമ്പോൾ അവരെന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 40 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഒരു വശം നമുക്ക് കിട്ടി. A എത്രയാണെന്ന് കിട്ടി. എത്രയാണ്? 10 സെന്റിമീറ്റർ. ഇനി നമുക്ക് വേറൊരളവും തന്നിട്ടില്ല. ഇനി തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ്. ഓൾ എഡ്ജസ് ലെങ്ത്, ടോട്ടൽ ലെങ്ത് എത്രയാണ്? 92. നമുക്ക് നോക്കാം. ഇതല്ലേ നമ്മുടെ സ്ക്വയർ പിരമിഡ്. ഇതിന് എത്ര എഡ്ജ് ഉണ്ടെന്ന് നോക്കിയേ. ഇവിടെ നോക്ക്, ട്രയാങ്കിൾ ഷേപ്പ് തന്നെ 1 2 3 4. ഈ ബേസ് എടുത്താൽ 5 6 7 8 എഡ്ജസ് ഉണ്ട്. അതിൽ 4 എഡ്ജസിൻ്റെ നമുക്ക് അറിയാം. അതായത് സ്ക്വയറിൻ്റെ ടോട്ടൽ എത്ര നമുക്കറിയാം. എത്ര വന്നിട്ടുണ്ട്? 40. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ എത്രയാണ്? 92 അല്ലേ? അതായത് 8 എണ്ണത്തിൻ്റെയും 92. അതിൽ നിന്ന് സ്ക്വയറിൻ്റെ മാത്രം ടോട്ടൽ കുറയ്ക്കുക. ടോട്ടൽ എഡ്ജിൻ്റെ നീളം അത് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ പെരിമീറ്റർ. അതായത് 40 കുറയ്ക്കുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 52 സെന്റിമീറ്റർ എന്ന് കിട്ടി. 52 എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾസിന്റെ എഡ്ജാണ്. ട്രയാങ്കിൾസിന് എത്ര എഡ്ജുണ്ട്? 4. ഈ പിരമിഡിന് 4 എഡ്ജ് ഉള്ളത് കൊണ്ട്, അതായത് 4 എണ്ണത്തിന്റെ വാല്യൂ ആണ് 52. അപ്പം ലെങ്ത് ഓഫ് 1 എഡ്ജ് ഓഫ് ട്രയാങ്കിൾ = എത്രയാണ്? 52ന് 4 എഡ്ജ് ഉള്ളത് കൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 13 സെന്റിമീറ്റർ. അപ്പോൾ ഒരു എഡ്ജിന്റെ നീളം കിട്ടി. നമുക്കറിയാം ഈ എഡ്ജ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എഡ്ജ്. ഈയുടെ വിലയാണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് E = 13 സെന്റിമീറ്റർ. നമുക്ക് രണ്ട് വില കിട്ടിയില്ലേ? അതായത് നമുക്ക് എയും കിട്ടി, ഇയും കിട്ടി. ഇനി നമുക്ക് ചെയ്യാൻ അറിയാം, ഈസി ആയിട്ട് ചെയ്യാൻ അറിയാം. നമുക്ക് ബാക്കി ഒന്ന് ചെയ്ത് നോക്കാം. A 10 കിട്ടി. A = 10 സെന്റിമീറ്റർ, E = 13 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ വാല്യൂ ഇട്ട് കൊടുക്കുന്ന ഫോർമുല എഴുതുക. ആദ്യം ഫോർമുല എഴുതുക. സർഫസ് ഏരിയ = A² + 2AL. അതായത് എന്ത് കിട്ടി? ഈ ലെങ്ത് അറിയാം നമുക്ക് 10. ഈ ലെങ്ത് കിട്ടി 13 സെന്റിമീറ്റർ. ഞാൻ ട്രയാങ്കിള് എടുത്ത് വരയ്ക്കുകയാണ്. അതായത് നമുക്ക് L ആണ് വേണ്ടത്, E ആണ് കിട്ടിയിരിക്കുന്നത്. സ്ലാൻഡ് ഹൈറ്റ് വേണം. അപ്പൊ ഇത് 10, ഇത് 13. നമ്മൾ പഴയ പോലെ പെർപെൻഡിക്കുലർ വരച്ചു. അത് മാത്രം ഒന്ന് എടുത്ത് വരയ്ക്കുകയാണ്. ഇപ്പൊ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ എന്താകും? ബേസ് പകുതിയാകും 13. ഇവിടെ നമ്മൾ പൈതഗോറസ് തിയറം, അതായത് L കണ്ടുപിടിക്കാൻ √, അറിയാതെ എപ്പോഴും എഴുതണ്ടല്ലോ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ചെയ്യുന്ന ബേസ് സ്ക്വയർ കുറച്ചു. ഹൈപ്പോട്ടന്യൂസ് എത്രയാ? 13² - 5². 13ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169. 25 = എത്രയാണ്? 4
144. 144ന്റെ റൂട്ട് എത്രയാണ്? 12 ആണ് അല്ലേ? അപ്പം ലോങ് ഡിവിഷൻ മെത്തേഡിൽ നമുക്ക് 144ന്റെ റൂട്ട് കാണാം. അറിയത്തില്ലെങ്കിൽ പോയി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന വീഡിയോ കാണുക. അപ്പം 12 കിട്ടി, എല്ലിന്റെ വില കിട്ടി. നമുക്ക് ഇത് നേരിട്ട് കൊടുത്താൽ പോരെ. A എത്രയാണ്? 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 12 എത്രയാണ്? 100 പ്ലസ് 240 ഇസ് ഈക്വൽ ടു 340 സെന്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ അല്ലേ? നമ്മൾ ആദ്യത്തെ കണ്ടപ്പോൾ വിചാരിച്ചത് എങ്ങനെ ചെയ്യുന്നത് അല്ലേ? ഒന്നുമില്ല, തരുന്ന ഫോർമുല അവരെന്താണ് തന്നെ. ഇപ്പോൾ ഇവിടെ പെരിമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ ആ ഫോർമുലയ്ക്കകത്തോട്ട് നമ്മുടെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൻ്റെ വില കിട്ടും. അപ്പം ഈ ഒരു പ്രോബ്ലം 2 പ്രാവശ്യം കണ്ടതിന് ശേഷം തന്നെ ചെയ്ത് നോക്കുക, എവിടെ തെറ്റി എന്ന് നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ മറക്കില്ല. ഓക്കെ, ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.